ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മാർട്ടി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ LPST റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളിൽ എത്രത്തോളം അഡ്വൈസുകൾ നടക്കും തുടങ്ങിയ കാര്യങ്ങളാണ് കുറേ ലക്കങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയാൻ വയ്യ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 2 ജില്ലകളിൽ പുതുതായിട്ട് അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് സംസാരിക്കുന്നത്. LPSTയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. 2 ജില്ലയിൽ അഡ്വൈസ് പോയി എന്ന് പറയുന്നത് ഒന്ന് ആലപ്പുഴ ജില്ലയിലും എറണാകുളം ജില്ലയിലുമാണ്. ആലപ്പുഴ ജില്ലയിൽ ഇന്നലെയാണ് ആലപ്പുഴ ജില്ലയിലും എറണാകുളം ജില്ലയിൽ ഞാൻ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ 2 ജില്ലകളാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നലെയാണ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയത് എന്ന് മാത്രം. ഈ മാസം ആദ്യം അതിൻ്റെ അഡ്വൈസ് അവരിലേക്ക് എത്തിയതാണ്. ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ആലപ്പുഴ ജില്ലയിലെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ആലപ്പുഴയിൽ ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിലാണ് 9 പേർക്കാണ് അഡ്വൈസ് വന്നത്. 11 പോസ്റ്റിലേക്ക് വന്നു. ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ MD കാറ്റഗറിയിൽ 2 എണ്ണം പാളില്ലാത്തതിനാൽ പെൻഡിങ് വെച്ചിട്ടുണ്ട്. അത് നെക്സ്റ്റ് ലിസ്റ്റിൽ നിന്ന് എടുക്കും. പിന്നുള്ളത് TPO 3 ഉണ്ട്. ST, മുസ്ലിം, SCCC. TPO എന്ന് പറഞ്ഞാൽ ടെമ്പററി പാസ്ഡ് ഓവറാണ്. അത് അടുത്ത അഡ്വൈസ് വരുമ്പോൾ ആദ്യം എടുക്കുന്നത് ഇവരായിരിക്കും. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. എങ്ങനെയാണ് വ്യത്യാസങ്ങൾ വരുന്നത് എന്നുള്ളത് ഞാൻ എറണാകുളത്തിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ NC ഉണ്ട്, അവിടെ STക്ക് കിട്ടാനുണ്ട്. SCയിൽ നിന്ന് 26 എണ്ണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മുൻ വീഡിയോയിൽ ആലപ്പുഴ ജില്ലയിലെ ഡീറ്റെയിൽസ് പറഞ്ഞതാണ്. ആലപ്പുഴയുടെ ഏതോ 1-2 കാറ്റഗറി കൂടി എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് നോട്ട് ചെയ്തിട്ട് പിന്നീട് പറയാൻ ശ്രമിക്കാം, സമയക്കുറവുകൊണ്ടാണ്. എറണാകുളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ എറണാകുളത്താണ് 8 അഡ്വൈസാണ് പോയിരിക്കുന്നത്. അതിൽ ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ എല്ലാവരും എടുത്തു. ആദ്യം തന്നെ അത് പെൻഡിങ് ഉള്ളതാണ്, അത് ഞാൻ പറഞ്ഞതാണ്. എറണാകുളത്തെ കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ് ആദ്യം എടുക്കുന്നത് ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറി ആയിരിക്കും, ഞാൻ പറഞ്ഞതാണ്. അതിൽ ഇപ്പോൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. LD/CP 3 പേര്, LV ഒരാൾ, HI ഒരാൾ. പിന്നെയാണ് നമ്മൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായൊരു സംഭവം സംഭവിച്ചത്. എന്താണ് അതിന് കാരണം എന്ന് പറയും. ആദ്യം TPO ഞാൻ പറഞ്ഞു, SIC നാടാറുണ്ട്, പിന്നെ OBC ഉണ്ട്, EBT ഉണ്ട്, ST, മുസ്ലിം ഇവരെയൊക്കെ എടുക്കും, എന്നിട്ടായിരിക്കും റൊട്ടേഷനിലേക്ക് കയറാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിൽ ആദ്യം SIC നാടാറിലുള്ള ഒരാളെ എടുത്തുള്ളൂ. അത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1ാം റാങ്കുകാരൻ. കൺഗ്രാജുലേഷൻസ്, അവരെയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഓപ്പൺ കോമ്പറ്റീഷനിലേക്കാണ് കയറിയത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഇത് നോക്കിയാൽ മതി. OC/BC പൊസിഷൻ ഇപ്പോൾ ആകെയുള്ളത് 8 അഡ്വൈസാണുള്ളത്. 8 അഡ്വൈസ് വരുമ്പോൾ SIC നാടൽ ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ ഇതൊന്നും പരിഗണിക്കില്ല. OCയിലോ BCയിലോ പരിഗണിക്കില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. 100-ൽ പുറത്താണ് ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ അഡ്വൈസ് പോകുന്നത്. 100-ൽ പുറത്താണ്, 100 റൊട്ടേഷൻ്റെ പുറത്താണ് അത് വരിക, പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ അത് OCയിലോ BCയിലോ പരിഗണിക്കില്ല. പിന്നെ OC/BC എന്ന് പറഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷൻ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, അതാണ് വരുന്നത്. അതിൽ 2 OC എപ്പോഴും BCയേക്കാൾ കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ തുല്യമായിരിക്കണം. അതായത് ഓപ്പൺ കോമ്പറ്റീഷൻ ഓരോ അഡ്വൈസിൻ്റെ താഴെ നിങ്ങളൊരു ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പൊസിഷൻ അറിയാം. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ എത്ര, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എത്ര, NJD എത്ര, NJD എത്ര, DA എത്ര എന്നുള്ള പൊസിഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിലൊരിക്കലും OCയേക്കാൾ കൂടുതൽ BC വരാൻ പാടില്ല. അതാണ് റൂള്. ആ റൂള് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആ റൊട്ടേഷൻ നോക്കിയാൽ ഇപ്പോൾ 8 പേരെയാണ് എറണാകുളത്ത് അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. 8 പേരെ അഡ്വൈസ് ചെയ്തിരിക്കുന്നു. ഈ 8 പേരിൽ നോക്കിക്കഴിഞ്ഞാൽ SIC നാടർ ഒരാളെടുത്തു. പിന്നെ അടുത്ത പൊസിഷൻ എടുക്കാനുള്ളത് TPOയിൽ വരാനുള്ളത് OBC ആണ്. അപ്പോൾ ബാക്ക്വേർഡ് പൊസിഷൻ 2 ഉണ്ടാവും. PT ആണ് വീണ്ടും വരാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ആദ്യം എടുത്തത് SIC നാടർ TPO എടുത്തു. പിന്നെ എടുക്കാനുള്ളത് നോക്കുമ്പോൾ TPOയ്ക്ക് പകരം അടുത്തത് നെക്സ്റ്റ് 52 അടുത്ത പൊസിഷൻ നോക്കാനുള്ളത് SC ആണ് വരാനുള്ളത്. പിന്നുള്ളത് എല്ലാം TPO എടുത്തു കഴിഞ്ഞാൽ എല്ലാം റിസർവ്ഡ് കാറ്റഗറിയാണ്. അതുകൊണ്ട് TPO അവിടെ നിർത്തി. പിന്നെ അടുത്ത OC എടുക്കണം. OC എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ OCയിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് OCയിലല്ല വരുന്നത്, ടേൺ വരുന്നത് SCയുടെ ടേണാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. പിന്നെ അടുത്ത OCയുടെ റാങ്ക് നോക്കി 53ാമത് ഒരാളെടുത്തു. 1ാം റാങ്കുകാരനെ 53ാമത്തെ ടേൺ എടുത്തു, ഓപ്പൺ കോമ്പറ്റീഷൻ എടുത്തു. പിന്നെ അടുത്ത ടേൺ നോക്കി 54, അത് വരുന്നത് EBT ആണ്. അതവിടെ TPO വെച്ചു, അതവിടെ മാറ്റി വെച്ചു. പിന്നെ 55 OC, 55ാമത്തെ പൊസിഷൻ ഓപ്പൺ കോമ്പറ്റീഷനാണ്. അത് 2ാമത്തെ റാങ്ക് അവരെടുത്തു. 2ാമത്തെ റാങ്ക് ഒരു മുസ്ലിം കാറ്റഗറിയിലുള്ള ആളാണ്. അങ്ങനെയാണ് 2 OCയും 1 BCയും പിന്നെ DA കാറ്റഗറി ആയിട്ട് വന്നത്. അതായത് OC/BC 50% ഇതാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും TPO 2 എണ്ണം കൊടുത്തു. ആ TPO താഴെയാണ് വരിക. ഇനി അടുത്ത റൊട്ടേഷൻ വരുമ്പോൾ എത്ര ആളെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ റൊട്ടേഷൻ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ട് കാര്യമില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. ഇതിൻ്റെ കാരണം ഇതാണ്. ഓരോ തവണയും ഈ ടെമ്പററി പാസ്ഡ് ഓവർ ഈ 50% നിലനിർത്താൻ വേണ്ടിയിട്ട് TPO വരുമ്പോൾ അതിൽ മാറ്റം വരും. ആ മാറ്റമാണ് എറണാകുളത്ത് വന്നത്. എങ്കിലും TPO ആദ്യം തന്നെ SIC നാടർ ആദ്യത്തെ ഒരാളെടുത്തു. പിന്നെ 8 ആളാണ്. ഇതിപ്പോൾ ഒരു 20 ആൾ എടുത്തിരുന്നെങ്കിൽ ഇതല്ല വരിക. ഈ TPO എല്ലാം പെൻഡിങ്ങിലുള്ളതെല്ലാം മാറും. പിന്നെ OCയിലേക്ക് കിടക്കും.
അങ്ങനെയാണ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് ആ എണ്ണം മാറ്റം വന്നത്. പലരും എന്നോട് വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് സാറ് SIUC നാടാറും പിന്നെ OBC അല്ലേ പറഞ്ഞിരുന്നത് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അതിന് കാരണം അതാണ്, നമ്മൾ OCBC പെർസെൻറ്റേജ് 50% നിലനിർത്താൻ വേണ്ടി അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ നിയമന നില ഓപ്പൺ കോമ്പറ്റീഷൻ 2, മുസ്ലിം 2, SIUC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, പിന്നെ DA എല്ലാവരും എടുത്തു. ഈ നിലയിലേക്ക് വന്നു. അപ്പോൾ ഇത്രയാണ് ഇന്ന് നിങ്ങളോട് അപ്ഡേറ്റ് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും ജില്ലയിലെ ഡീറ്റെയിൽസുമായിട്ട് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതുമായിട്ട് സമയത്തിനനുസരിച്ച് വരാൻ ശ്രമിക്കാം. കമൻറ്റുകൾക്ക് മറുപടി പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്